ഹായ് ദോസ്തോ, ആദാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഹലി ബൂന്ത് എന്ന ഒരു കവിത നിങ്ങളെല്ലാവരും പാടി ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? വ്യത്യസ്ത രീതിയിൽ മുഖ്തലിഫ് തർജ്മ, വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ പാടി നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നൊരു പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹമാവാസ് അൽഫാസ് എഴുതാനായിരുന്നു. അതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ എഴുതിയതൊന്ന് നോക്കൂ. സമാന ശബ്ദപദങ്ങൾ നോക്കൂ. ചൽ രഹി ഹെ, മച്ചൽ രഹി ഹെ, ബറസ് രഹാ ഹെ, ടപക് രഹാ ഹെ, ജൂം രഹേ ഹൈ, ചൂം രഹേ ഹൈ, बोल रहे हैं, खोल रहे हैं. ഓക്കെ, പ്യാരെ ബച്ചോ, പഹലി ബൂന്ത് എന്ന കവിത നിങ്ങൾ പഠിച്ചു. എന്തായിരുന്നു അതിൽ പറയുന്നത്? കിസ്കെ ബാരമേ ഹെ, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ്? മനസ്സിലായി, ബാരിഷ്, മഴയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? മഴയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ മഴയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്? മനസ്സിലായോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. പഹലി ബൂന്ത്, ഹെഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഹലി ബൂന്ത് അർത്ഥം ആദ്യത്തെ തുള്ളി അല്ലേ? മഴ പെയ്യുമ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ്, ആദ്യ തുള്ളി. നോക്കിക്കോളൂ, എന്താണ് വരി പറയുന്നത്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ അല്ലേ? റിംചിം റിംചിം ബറസ് രഹാ ഹെ അല്ലേ? റിംചിം റിംചിം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുമ്പ് നമ്മൾ പഠിച്ചതാണത്. എന്താ റിംചിം റിംചിം? ബാരിഷ് പെയ്യുമ്പോഴുള്ള ആവാസിനാണ്, ശബ്ദത്തിനാണ് റിംചിം റിംചിം എന്ന് പറയുന്നത്. ബറസ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ പെയ്യുന്നു. അപ്പോൾ മഴ, ബാരിഷ്, റിംചിം റിംചിം എന്ന ശബ്ദത്തോടെ ബറസ് രഹാ ഹെ, പെയ്തുകൊണ്ടിരിക്കുന്നു. ചം 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 ചം, ടപക് രഹാ ഹെ അല്ലേ? മഴത്തുള്ളി ഇറ്റി വീഴുമ്പോഴുള്ള ശബ്ദമാണ് ചം 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 അല്ലേ? ടപക് രഹാ ഹെ. അങ്ങനെ ആ ശബ്ദമുണ്ടാക്കി മഴത്തുള്ളി വീഴുന്നു. ജോർ സെ ബാദൽ ഗർജ് രഹാ ഹെ. ജോർ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. ജോർ പറഞ്ഞു നോക്കൂ. ശക്തമായ. ബാദൽ അറിയും, മേഘം അല്ലേ? ജോർ സെ ബാദൽ ഗർജ് രഹാ ഹെ അല്ലേ? ശക്തമായ മേഘം ഗർജിക്കുന്നു. പാനി ഹർസു ബറസ് രഹാ ഹെ. ഹർസു എല്ലാ ഭാഗത്തും, വെള്ളം എല്ലാ ഭാഗത്തും, ബറസ് രഹാ ഹെ പെയ്തുകൊണ്ടിരിക്കുന്നു. കിത്തിനി ബൂന്ദേ ടപക് രഹി ഹെ. ബൂന്ത് പറഞ്ഞു തുള്ളി, ബൂന്ദേ തുള്ളികൾ. കിത്തിനി ബൂന്ദേ ടപക് രഹി ഹെ, എത്രയെത്ര തുള്ളികളാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മിട്ടി പർ ജോ പുദക് രഹി ഹെ. മിട്ടി മണ്ണ്, മിട്ടി പർ ജോ പുദക് രഹി ഹെ, മണ്ണിൽ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, വീണുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അടുത്ത വരിക്ക് നോക്കൂ. ഹവായേ ഡണ്ടി ജോ ചൽ രഹേ ഹൈ, ചൽ രഹി ഹൈ. ഹവായി ഡണ്ടി, ഹവാ കാറ്റ്, ഡണ്ടി തണുത്ത കാറ്റ്, ചൽ രഹി ഹൈ. ഖലിയാം ദേക്കോ മച്ചൽ രഹി ഹൈ. കലി പൂമുട്ട്, കലി പഠിച്ചതാണ്. ഖലിയാൻ ദേഖോ, പൂമുട്ടുകളെ നോക്കൂ. മച്ചൽ രഹി ഹെ, ആ കാറ്റ് പൂമുട്ടുകളെ തഴുകി തലോടി പോകുന്നു. അടുത്ത വരി. പേടോർ പൗദേ ജൂം രഹേ ഹെ. പേട് മരം, പൗദേ ചെടി, മരങ്ങളും ചെടികളും ജൂം രഹേ ഹെ ആടിക്കളിക്കുന്നു. എക്ദോ ജെ കോ ചൂം രഹേ ഹെ, ഓരോന്നും പരസ്പരം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. മേണ്ടക്ക് ഡർ ഡർ ബോൽ രഹേ ഹെ. മേണ്ടക് ശബ്ദം, മേണ്ടക്കിൻ്റെ ശബ്ദം നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു.
ഡർ ഡർ, അതെ മേണ്ടക് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സന്നാട്ടേക്കോ ഖോൽ രഹേ ഹേ. സന്നാട്ടെ എന്നുള്ള ഇതിനർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചു, നിശബ്ദത അല്ലെ, നിശബ്ദതയെ ഭേദിച്ച് മേണ്ടക് ഡർ ഡർ രഹാത്തെ, ഡർ ഡർ എന്ന ശബ്ദം മേണ്ടക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വരി ബച്ചേ കശ്തി ബനാ രഹേ ഹേ. ബച്ചേ കുട്ടികൾ, കശ്തി പറഞ്ഞു നോക്കൂ, തോണി, അങ്ങനെ കുട്ടികൾ തോണി ഉണ്ടാക്കുന്നു. പാനി മേ ബഹാ രഹേ ഹേ. എന്തിനാ തോണി ഉണ്ടാക്കുന്നത്? പാനിയിൽ ബഹാ രഹേ ഹേ, ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട്. റിംചിം റിംചിം ബറസ് രഹാ ഹേ. റിംചിം എന്ന ശബ്ദത്തിൽ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. സബ്കോ പ്യാസ് ബുझा രഹാ ഹേ. എല്ലാവർക്കും പ്യാസ് നിറ ദാഹം, ദാഹം ശമിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് പഹ്ലി ബൂന്ദ് എന്ന കവിതയുടെ അർത്ഥവും ആശയവും വരുന്നത്. ഓക്കെ ബച്ചോ, അപ്പോൾ നമ്മളെ ഈ പാഠത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? പാഠത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? ഉൻവാൻ പഹ്ലി ബൂന്ദ് അല്ലേ? അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പാഠത്തിന് നമ്മൾ മറ്റൊരു ഹെഡിങ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? കഴിയോ നമുക്ക് മറ്റൊരു ഹെഡിങ്? മുനാസബ് ഉൻവാൻ, ദൂസര മുനാസബ് ഉൻവാൻ ഒന്ന് പറഞ്ഞു നോക്കൂ. പറഞ്ഞു, ബാരിഷ്, ബാരിഷ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? പാനി കൊടുക്കാം അല്ലേ, പാനി. പിന്നെയോ ആരോ പറഞ്ഞല്ലോ, റിംചിം റിംചിം അല്ലേ, അങ്ങനൊരു ഹെഡിങ്ങും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബർസാത്ത് എന്നും നമുക്ക് പറയാം അല്ലേ. ഇങ്ങനെ ഒരുപാട് ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഈ ഒരു പ്രവർത്തനം നമ്മുടെ ദർസി കിതാബിലുണ്ട്, പാഠഭാഗത്തുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ. നസം പഹ്ലി ബൂന്ദ് കെ ലിയെ ഏക് ഔർ ഉൻവാൻ ലിഖിയെ. പഹ്ലി ബൂന്ദ് എന്ന കവിതയ്ക്ക് മറ്റൊരു ഹെഡിങ് എഴുതുക. അപ്പോൾ മഴയെക്കുറിച്ചുള്ള കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ബാരിഷ് അല്ലേ. നമ്മൾ ഹെഡിങ്ങും അതിലൊന്ന് ബാരിഷ് എന്നും കൊടുത്തു, പാനി എന്നൊക്കെ കൊടുത്തു അല്ലേ. എന്തൊക്കെയാണ് ഈ കവിതയിൽ ബാരിഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ്? ബാരിഷ് റിംചിം എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കി മഴ പെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. തണുത്ത കാറ്റടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെന്തൊക്കെയോ പറഞ്ഞു മഴയെക്കുറിച്ച്? ഒന്ന് പറഞ്ഞു നോക്കൂ. കുട്ടികൾ തോണി ഉണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്നു. ഇങ്ങനെ മഴയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കവിതയിൽ പറഞ്ഞു അല്ലേ. അപ്പം മഴയെക്കുറിച്ച് ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഉറുദുവിൽ മഴയെക്കുറിച്ചൊന്ന് എഴുതി നോക്കിയാലോ? നോക്കാം അല്ലേ. ആദ്യം നമ്മൾ ഹെഡിങ് എഴുതും. എന്ത്? ബോലിയേ, ബത്തായിയേ. ബാരിഷ് എന്ന് നമ്മൾ ഹെഡിങ് എഴുതി കഴിഞ്ഞു അല്ലേ. എഴുതിയല്ലോ. ഇനി നമ്മൾ അതിൻ്റെ താഴെ എഴുതുന്നു, മഴയെക്കുറിച്ച് എഴുതുക കേട്ടോ. എന്തൊക്കെ എഴുതുക? ബാരിഷ് റിംചിം റിംചിം ബറസ്തി ഹേ. അങ്ങനെ എഴുതാം നമുക്ക് അല്ലേ. റിംചിം റിംചിം ബറസ്തി ഹേ എന്ന് എഴുതാം. പിന്നെയോ, പിന്നെ നമുക്ക് എന്ത് എഴുതാം? ബാരിഷ് ഫൂലോं को नहलाती है. നമ്മൾ 5ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചതാണ് ആ സെൻറ്റൻസ്. പറഞ്ഞോളൂ. ബാരിഷ് ഫൂലോं को नहलाती है എന്ന് നമുക്ക് എഴുതാം. പിന്നെയോ, ബാരിഷ് മേ ബച്ചേ കേൽത്തേ ഹൈ. ഇല്ലേ, കളിക്കാറില്ലേ? ആണല്ലേ. അതെ, ബാരിഷ് മേ ബച്ചേ കേൽത്തേ ഹൈ എന്ന് പറയാം. പിന്നെ വെള്ളത്തിലൂടെ തോണികൾ ഒഴുക്കിവിടും എന്ന് നമുക്ക് പറയാലോ അല്ലേ. തോണിക്ക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? തോണി, കശ്തി. ഓക്കെ. ബാരിഷ് കെ പാനി മേ കശ്തി ബഹാത്തെ ഹൈ അല്ലേ, ഒഴുക്കി വിടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ മഴയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ 3-4 സെൻറ്റൻസ് പറഞ്ഞു.
ഇത് നമുക്ക് എഴുതാലോ അല്ലേ, എളുപ്പമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനമുള്ളത്. ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒന്ന് നോക്കൂ. ഹമാരി ദർസി കിതാബ് മേ देखिए नज़म पहली बूंद और से पढ़िए और बताइए इसमें बारिश के बारे में क्या क्या बातें कही गई है. പഹ്ലി ബൂന്ദ് എന്ന കവിത ശ്രദ്ധയോടെ വായിക്കുക. മഴയെക്കുറിച്ച് അതിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ബച്ചോ ബാരിഷ് പർ ചന്ദ് ജുംലെ ലിഖ്നെ കി കോശിഷ് കീജിയേ. കുട്ടികളെ മഴയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഒന്ന് എഴുതി നോക്കൂ. ഹായ്, ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2 പ്രവർത്തനമാണ് ഇന്ന് തന്നിട്ടുള്ളത്. ദോ സർഗർമിയാ ഹൈ. 2 പ്രവർത്തനം ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഒന്ന് മുനാസബ് ഓർ ഉൻവാൻ ലിഖിയെ, അനുയോജ്യമായ മറ്റൊരു ഹെഡിങ് എഴുതാൻ. മറ്റൊരു പ്രവർത്തനം ഉണ്ടായിരുന്നത് ബാരിഷ് കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ, മഴയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതാനും. ഇത് രണ്ടും എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രിയ, ഖുദാ ഹാഫിസ്.